അതിലൊന്നാണ് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഞാൻ പണം കൊടുത്തില്ല എന്ന്. CPM-ന്റെ ചില ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ഒരു രേഖ പുറത്തുവിട്ടു. ആ രേഖയിൽ പറഞ്ഞു സിദ്ദിഖിന്റെ പേരിൽ ചൂരൽമലയിലും മുണ്ടകയിലും ഉണ്ടായ വലിയ പ്രയാസം നമ്മുടെയൊക്കെ വലിയ നൊമ്പരവും വിഷമവും ദുഃഖവുമാണ്. നമ്മളെല്ലാവരും അതിൽ നിന്ന് ഓരോ ആളുകളെയും കരകയറ്റാനുള്ള ഭഗീരഥ പ്രയത്നങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്നവരാണ്. ആ പ്രയത്നത്തിൽ നമുക്കാർക്കും രാഷ്ട്രീയം ഉണ്ടായിട്ടില്ല. എല്ലാവരെയും ചേർത്ത് നിർത്തി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും സർക്കാരിനോടൊപ്പം ചേർന്നും ഒറ്റയ്ക്കും കൂട്ടായും പ്രവർത്തിക്കാൻ നേതൃത്വം കൊടുത്തവരാണ് നമ്മളെല്ലാവരും. അങ്ങനെ പ്രവർത്തിക്കാൻ നേതൃത്വം കൊടുത്തവരെ ഇല്ല കഥ പറഞ്ഞ് രാഷ്ട്രീയമായി തേജോവധം ചെയ്യാനും മുഖം നഷ്ടപ്പെടുത്താനും തകർക്കാനും ആസൂത്രിതമായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഒരു പെരും നുണ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും അതുപോലെ CPM സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ അനിൽകുമാർ ഉൾപ്പെടെ വിവിധങ്ങളായ ആളുകളുടെ നാവിലൂടെ കേരളത്തിന്റെ പുറത്തു വന്നു. അതിലൊന്നാണ് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഞാൻ പണം കൊടുത്തില്ല എന്നുള്ളത്. ശമ്പളം നൽകുന്നു സർക്കാർ ജീവനക്കാർ, അത് കൊടുക്കരുത് എന്ന് ക്യാമ്പയിൻ നടത്തിയവരാണ് NGO അസോസിയേഷൻ ഉൾപ്പെടെയുള്ള UDF അനുകൂല സംഘടനകൾ. ഈ സ്ഥലം MLA ഒരു രൂപ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടോ കോൺഗ്രസിന്റെ? ഇല്ലല്ലോ. ടി സിദ്ദിഖ് പണം നൽകിയിരുന്നോ? രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകും നയാ പൈസ നൽകിയിട്ടില്ല എന്ന്. പക്ഷെ സിദ്ദിഖ് നൽകിയിട്ടില്ല. അപ്പൊ സിദ്ദിഖ് എന്തിനാണ് പച്ച കള്ളം പറയുന്നത്? ടി സിദ്ദിഖ് ഈ കൽപ്പറ്റ MLA ആണ്. അദ്ദേഹം CMDRF-ൽ ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല. ഞാൻ കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹം കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹം കൊടുത്തിട്ടില്ല. ടി സിദ്ദിഖ് ആത്മാർത്ഥമായിട്ട് നെഞ്ചി കൈവച്ച് പറയാൻ പറ്റുമോ മുഖ്യമന്ത്രിയുടെ CMDRF-ലേക്ക് ഞങ്ങൾ എന്റെ ഒരു മാസത്തെ ശമ്പളം കൊടുത്തിട്ടുണ്ട് എന്ന് ടി സിദ്ദിഖിന് പറയാൻ പറ്റുമോ? ഇല്ല. ഈ വലിയ വായിൽ വാചകം അടിക്കുന്ന ടി സിദ്ദിഖ് കൊടുത്തിട്ടേ ഇല്ല. അതിന്റെ വിശദാംശങ്ങൾ 5/9/2024 വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീ IAS-ന് ഞാനിതിന്റെ ചെക്ക് കൈമാറുന്ന സമയത്ത് എന്റെ കൂടെ ഞാൻ മാത്രമായിരുന്നില്ല. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു. ആ കുറിപ്പ് നമുക്കൊരുമിച്ച് അതിജീവിക്കാം എന്നുള്ളതായിരുന്നു. ഈ ദുരന്തത്തിൽ നമ്മളെല്ലാവരും സ്വീകരിച്ച സമീപനം അതാണ്. അന്ന് ഞാൻ ചെക്ക് കൊടുക്കുമ്പോൾ എൻ്റെ കൂടെ ബഹുമാന്യനായ ശ്രീ OR കേളു, കേരളത്തിന്റെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കൂടെ ഉണ്ടായിരുന്നു. മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഉണ്ടായി. അവരുടെ സാന്നിധ്യത്തിലാണ് ഞാൻ ഈ ചെക്ക് കൈമാറുന്നത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ. അങ്ങനെ കൈമാറിയ ഒരു ചെക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊടുത്തില്ല എന്ന് പച്ച നുണ പറഞ്ഞു ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ അപമാനിക്കാനും വ്യക്തിഹത്യ ചെയ്യാനും വലിയ പരിശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. മുണ്ടകയിലെയും ചൂരൽമലയിലെയും വീണുപോവാതെ മുഴുവൻ കുട്ടികളെയും പഠിപ്പിക്കാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. നിരവധിയായ കാര്യങ്ങൾ ചെയ്തതുണ്ട്. അതൊന്നും പറയുന്നത് ശരിയല്ല എന്നുള്ളതും എനിക്കറിയാം. 5/9/2024 ഞാൻ ആ ചെക്ക് കൈമാറിയതിന്റെ വിശദാംശം CMDRF SBI അക്കൗണ്ട് 67 31 99 48 23 2 ഈ പണം 50,000 രൂപ കൈമാറുകയുണ്ടായി. മാത്രമല്ല ഞാനതിന്റെ മുഴുവൻ വിശദാംശങ്ങളും സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എല്ലാം ഞാൻ വാങ്ങിവെച്ചിട്ടുണ്ട്. അതിന്റെ സർട്ടിഫിക്കറ്റാണ്. വയനാടിൽ ട്രഷറിയിൽ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 50,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയതിന്റെ സർട്ടിഫിക്കറ്റാണ്. ഇതെല്ലാം വസ്തുതയായിരിക്കെ നയാ പൈസ കൊടുത്തില്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞു ആളുകളെ അപമാനിക്കാൻ, വ്യക്തിഹത്യ ചെയ്യാൻ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആളുകളെ വീഴ്ത്താനും നേട്ടമുണ്ടാക്കാനും ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ അതിന്റെ നേതാക്കന്മാർക്കോ ചേർന്നതായ പ്രവർത്തനമല്ല എന്നുള്ളതും രാഷ്ട്രീയ പ്രവർത്തനത്തിലും മനുഷ്യത്വം ഉണ്ടാകണം എന്നുള്ളതും പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ദുരന്തബാധിതരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചത് രാഷ്ട്രീയം നോക്കിയല്ല. CPM-ന്റെ ചില ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ഒരു രേഖ പുറത്തുവിട്ടു. ആ രേഖയിൽ പറഞ്ഞു സിദ്ദിഖിന്റെ പേരില്ല. എന്റെ ട്രഷറി അക്കൗണ്ടിൽ നിന്ന് 50,000 രൂപ വിഡ്രോ ചെയ്ത് CMDRF-ലേക്ക് പോയതിന്റെ സർട്ടിഫിക്കറ്റും രേഖകളും എല്ലാം ഞാൻ കാണിച്ചു. ഞാൻ പിന്നെ ചോദിക്കുന്നു, എവിടെ നിന്നാണ് നിങ്ങൾ എന്റെ പേരില്ല എന്ന് പറഞ്ഞ് ഒരു വ്യാജ രേഖയുണ്ടാക്കി നിങ്ങൾ പ്രചരിപ്പിച്ചത്? എന്തടിസ്ഥാനത്തിലാണ്? ഈ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് CMDRF-ലേക്ക് എഴുതി ഒപ്പിട്ട് ഔദ്യോഗികമായി കലക്ടർക്ക് കൊടുത്ത് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൊടുത്ത് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കൊടുത്തതായിരിക്കുന്ന പണം അക്കൗണ്ടിൽ വന്നില്ല എന്ന് വ്യാജ പ്രചരണം നടത്താൻ എന്റെ മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിൽ നിന്ന് പണം ചോർന്നുപോയോ? എന്തടിസ്ഥാനത്തിലാണ് ഈ വ്യാജം പറഞ്ഞത്, ഈ കള്ളം പറഞ്ഞത്? നിങ്ങൾക്ക് ആളുകളെ വീഴ്ത്താൻ എന്ത് കള്ളവും നിങ്ങൾ പറയും.
എന്തും ചെയ്യും. ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഹീനമായ ആക്രമണം നടത്തുകയാണ്. ഈ ആക്രമണത്തിന് മുമ്പിൽ പതറുന്നവരല്ല ഞങ്ങളും